മരമുറി കേസ് മുതൽ ഈ ചാനൽ തുടങ്ങുന്നതിന് ആവശ്യമായ തുക, ഇതാരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റർ, എങ്ങനെ ഈ പണം കിട്ടി? ഇപ്പോൾ അദ്ദേഹം മെസ്സി വരുമെന്ന് പറഞ്ഞ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം 72 കോടി രൂപ മുടക്കിയെന്ന് പറയുന്നു. ഈ പണത്തിന്റെ സ്രോതസ് എവിടെ? ഇദ്ദേഹം 16 മുതൽ പല കമ്പനികള്, പല തട്ടിപ്പുകള്, പല കേസുകള്, ഇതെല്ലാം ഉണ്ടായത്, അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം, ഒരുപാട് ഭൂമി ഇടപാടുകള്. അങ്ങനെ ഒരുപക്ഷെ കേരളത്തില് ഇത്രയും അധികം കുറ്റകൃത്യങ്ങളിൽ, ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനല് 2 വർഷം പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് എന്ന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സോഴ്സ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ആരുടെയാണ്? ഇത് ബലമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ CPM ആണ്. കാരണം CPMന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് കഴിഞ്ഞ 2 വർഷം ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചത്. ഞാൻ ഇതിന് മുന്നിലത്തെ എൻ്റെ പ്രസ് കോൺഫറൻസിലും എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർമാരോട് തന്നെ ഞാൻ ചോദിച്ചു, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് പുറത്തുവിട്. നിങ്ങൾക്കത് പ്രവർത്തിക്കാനായിട്ട് അവകാശമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. ഒരു വ്യക്തിക്ക്, ഇതിൻ്റെ ഉടമസ്ഥർക്ക് ദേശീയ സുരക്ഷ നിഷേധിക്കുക, ക്ലിയറൻസ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗൗരവമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതാണത്. അത്രയും അപകടകരമായ വ്യക്തികൾ 2 വർഷം ഇവിടെ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പേരിൽ പണം പിരിച്ചു, പരസ്യങ്ങൾ മേടിച്ചു, ഈ ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകി എങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചു, ഈ കേരളത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായിരിക്കണം. ഇവിടെ ഒരു മാധ്യമ ചാനൽ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ച്, എല്ലാ നിയമങ്ങളും എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും കിട്ടില്ലാത്ത സാഹചര്യത്തിൽ, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ 2 വർഷം ഒരു ചാനല് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ഗുരുതരമായ ഒരു തെറ്റാണത്. അപ്പോൾ മാധ്യമധർമ്മമല്ല, മാധ്യമ നീതിപൂർവമല്ല, അങ്ങനെ ഒരു ചാനല് ഇന്ന് തന്നെ അടച്ചുപൂട്ടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇന്ന് ഈ ചാനൽ ഇവിടെ അവസാനിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്.